പല വിവരങ്ങളും അള്ളാഹുവിൽ നിന്ന് ഇങ്ങനെ കിട്ടും, ലദുന്നിയായിട്ട് കിട്ടും. ഉമ്മിയായ മശായിഖുമാരൊക്കെ ഉണ്ടാവും, അവർ തീരെ ഒരു പക്ഷേ എഴുത്തും വായനൊന്നും പഠിച്ചിട്ടുണ്ടാവില്ല, ഔദ്യോഗികമായ പഠനത്തിന് എവിടെയും പോയിട്ടുണ്ടാവില്ല, പക്ഷേ അവരുടെ ഇൽമുണ്ടാവും. ആ ഇൽമൊക്കെ അള്ളാഹുവായിട്ടുള്ള വിഷയം, മഅരിഫത്തിൻ്റെ വിഷയങ്ങൾ, അതല്ലാതെ അഹ്കാമിൻ്റെ വിഷയത്തിലല്ല മഹാന്മാർക്കൊന്നും ഈ കിട്ടുന്നത് എന്ന രൂപത്തിലൊരു വർത്താനം. അതൊക്കെ ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി എന്ന് പറഞ്ഞ ഭാഗമാണ്, അത് അങ്ങനെ തന്നെ കിട്ടേണ്ടതാണ് എന്ന് പറഞ്ഞ വ്യാഖ്യാനം. അതൊക്കെ എത്ര ഇമാമിങ്ങൾ പറഞ്ഞ വാചകങ്ങൾക്കെതിരാണ്. അതൊക്കെ മഹാനരായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു നോക്കുങ്ങൾ, ഷാഫി ഇമാമിൻ്റെ സംഗതി നമ്മൾ എവിടെയും പറയണതല്ലേ. ഷാഫി ഇമാമ് തങ്ങൾ ഷെയ്ബാനുർ റാഇ തങ്ങൾ എന്ന് പറയുന്ന ഉമ്മിയായ ആ കാലഘട്ടത്തിൽ ജീവിച്ച വലിയ മഹാൻ്റെ അടുക്കലേക്ക് ഷാഫി ഇമാം ഇങ്ങനെ പോകും. ഷാഫി ഇമാമ് പോണ എന്തിനാ? അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടേ, ആദ്യ കാലഘട്ടങ്ങളിൽ എഴുതിയ ഗ്രന്ഥം, തസവുഫിൽ രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ആദ്യ കാലഘട്ടങ്ങളിലുള്ള ഗ്രന്ഥമാണ് മഹാനരായ അബൂ താലിബുൽ മക്കി തങ്ങളെ ഖൂത്തുൽ ഖുലൂബ്. അതിൽ പറയുന്നത് കാണും, ഈ മഹാന്മാരൊക്കെ ഓരോ സന്നിധിയിലേക്ക് പോയത് അശ്ശാഫിഈ റഹിമഹുല്ലാഹു തആല കാന ഇദാ ഇസ്തബഹത് അലൈഹിൽ മസ്അല, ഓൽക്കൊരു മസ്അല, ഓൽക്ക് എന്താണ് വേണ്ടതെന്ന് ഇങ്ങോട്ട് ഡൗട്ടാവുമ്പോൾ, ലിഖ്തിലാഫി അഖ്വാലിൽ ഉലമാഇ ഫീഹാ, താബിഈങ്ങളിൽപ്പെട്ട വലിയ വലിയ ഉലമാ ആ വിഷയത്തിൽ പറഞ്ഞ ഖൗലുകൾ വ്യത്യസ്തമായിട്ട് കാണും. തകാഫുൽ ഇസ്തിദ്ലാലി അലൈഹ, അപ്പോൾ ഈ താബിഈങ്ങളിൽപ്പെട്ട മഹത്തുക്കളായ ഉലമായിൻ്റെ അല്ലെ സ്വഹാബത്തിൻ്റെ ഒക്കെ നിലപാട് വ്യത്യസ്തമായിട്ട് കാണുമ്പോൾ പല രൂപത്തിൽ പല അഭിപ്രായങ്ങൾക്കും തെളിവുകൾ ഇങ്ങനെ കാണുന്ന സമയത്ത് റജഅ ഇലാ ഉലമാഇ അഹ്ലിൽ മഅരിഫ, മഅരിഫത്തുള്ള ഉലമാഇൻ്റെ അടുക്കലേക്ക് പോകും. ഫസഅലഹും, അവരോട് ചോദിക്കും. قال وكان يجلس بين يدي شيبان الراعي كما يجلس الصبي بين يدي المكتب. എഴുത്ത് പഠിപ്പിക്കുന്ന ആളെ മുമ്പിൽ ഒരു കുട്ടി എങ്ങനെ ഇരിക്കും, ആ രൂപത്തിൽ അദബിലായിരുന്നു മഹാനരായ ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, ലോകം മുഴുവനും വിജ്ഞാനത്തിനാൽ നിറക്കുമെന്ന് ഹബീബായ തങ്ങൾ നേരത്തെ പറഞ്ഞ ആലിമു ഖുറൈശ്, അതെൻ്റെ ഉസ്താദ് ഷാഫി ഇമാം തങ്ങൾ ആവാനാണ് സാധ്യതയെന്ന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞിട്ടുള്ള ആ ഷാഫി ഇമാം ഒരു എഴുത്ത് പഠിപ്പിക്കുന്ന ആളെ മുമ്പിൽ കുട്ടി ഇരിക്കും പോലെ ഉമ്മിയായ ഷെയ്ബാനുർ റായി തങ്ങളെ ഇരുന്നിട്ട് വയസ് അലുഹു, അവരോട് ചോദിക്കും, കൈഫ യഫ്അലു ഫീ കദാ വകൈഫ യസ്നഉ ഫീ കദാ, ഓരോട് ചോദിക്കുന്ന മസ്അലയിലൊക്കെ ഇങ്ങനെ ഡൗട്ട് വരുമ്പോൾ ചെന്നിട്ട് ഇതിലെന്ത് ചെയ്യണം, ഇതിലെന്ത് തീരുമാനമാക്കണോ എന്ന് ചോദിക്കും. അപ്പോഴാണ് അവരോട് പലരും ചോദിച്ചത്, നിങ്ങളെന്താണ് ഇത്ര വലിയ പണ്ഡിതനായിട്ട് അവരെ മുമ്പ് പോയി ചോദിക്കും. ഇത് ഖൂത്തുൽ ഖുലൂബിലെ അബൂ താലിബുൽ മക്കി തങ്ങൾ പറയുന്നുണ്ട്. ഗസാലി ഇമാം അവിടുത്തെ ഇഹിയാ ഉലൂമുദ്ദീനിൽ ഇതേ വിഷയം ആവർത്തിച്ച് പറയുന്നുണ്ടായി, പിന്നെ വായിക്കണ്ടല്ലോ. ഗസാലി ഇമാം ഇഹിയയിലും ഈ വിഷയം എടുത്ത് പറഞ്ഞ് ഷെയ്ബാനുർ റായി തങ്ങളുടെ അടുക്കലേക്ക് പോകുന്നത്. അപ്പോൾ ഇത് ഫിഖ്ഹിലുള്ള മസലയിലുള്ള ഡൗട്ട് വന്നാൽ പോകണമെന്നാണ് ഈ പറഞ്ഞതേ. നോക്കുങ്ങൾ, ഇനി മഹാനരായ ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു, നവവി ഇമാം അവരെ ഷെയ്ഖുമായിട്ടുള്ള അവരെ ബന്ധം മഹാന്മാർ വിശദീകരിക്കുന്നത് എങ്ങനെയാണ്? അവരും അവരുടെ ഷെയ്ഖായിരുന്ന യാസീൻ ഇബ്നു യൂസുഫുൽ മറാക്കിശി റളിയല്ലാഹു അൻഹു അവരെ ഹദറത്തിലേക്ക് പോയതും അവരെ നിർദ്ദേശത്തിൽ ജീവിച്ചതും മഹാന്മാരൊക്കെ എടുത്ത് പറഞ്ഞ് കാണിച്ചിരുന്നില്ലേ നമുക്ക്? ഇതാ വഖദ് കാന ഷെയ്ഖു യഹ്യ അൻ-നവവി റളിയല്ലാഹു അൻഹു യഖ്റുജു ലിളാഹിരി ദിമഷ്ക് ലിഷെയ്ഖിഹിൽ മറാക്കിശി, അവരുടെ ഷെയ്ഖായിരുന്ന യാസീൻ ഇബ്നു യൂസുഫുൽ മറാക്കിശി റളിയല്ലാഹു അൻഹു യാസീനുൽ മുസയ്യൻ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോകാൻ വേണ്ടി ദിമഷ്കിൻ്റെ പുറത്തേക്ക് പോകും. അവർക്ക് ബോധ്യപ്പെടുന്നതിൽ അവിടെ തവക്കുഫായി നിൽക്കുന്ന ചില മസലകൾ, അതുമായിട്ട് ആര് യാസീൻ ഇബ്നു യൂസുഫുൽ മറാക്കിശി തങ്ങളുടെ അടുക്കൽ പോവും. ഇൻദനഖലിഹ, ഈ മസലകൾ ഉദ്ധരിക്കുന്ന ഘട്ടത്തിൽ അതിൽ തവക്കുഫ് വരുമ്പോൾ, ഡൗട്ട് വരുമ്പോൾ അവരെ ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകും എന്ന് പറഞ്ഞിട്ട് ഷെഹറാൻ ഇമാമയുടെ എടുത്തു പറയാം. فلو كان الفقراء لا يفهمون أسرار الشريعة أكثر من علماء الشريعة, ശരീഅത്തിന്റെ ഉലമായിനേക്കാൾ കൂടുതൽ ശരീഅത്തിന്റെ അസ്റാറുകൾ ഈ ഫുഖറാക്കൾക്ക്, മഹാന്മാർക്ക്, ഔലിയാക്കന്മാർക്ക്, മശായിഖുമാർക്ക് അറിയില്ലായിരുന്നുവെങ്കിൽ ലമാ റാജഹ അൻ-നവവി മഅ ജലാലതിഹി വഖുവ്വത്തി ഇഅ്തിഖാദിഹി വസലാഹിഹി ശൈഖുൽ മദ്കൂറ ഫിൽ അഹ്കാം. നവവി ഇമാമിനെ പോലെ ഒരാൾ, അത്രയും കഴിവുള്ള, അത്രയും വിശ്വാസദാർഢ്യമുള്ള, സ്വലാഹിയത്തുള്ള ഒരു മഹാൻ അവരുടെ ഷെയ്ഖായ യാസീനുൽ മുസയ്യൻ തങ്ങളെ അഹ്കാമിൻ്റെ വിഷയത്തിൽ ഒരിക്കലും തർജീഹ് ചെയ്ത് പറയുമായിരുന്നില്ല, അവരെ റാജിഹാക്കി പ്രബലപ്പെടുത്തി പറയുമായിരുന്നില്ല. എന്തൊരു വലിയ വാചകമാണത്. അപ്പോൾ ശരീഅത്തിൻ്റെ ഉലമായിനേക്കാൾ കൂടുതൽ അസ്റാറു ശരീഅത്ത് അവർക്കാണ് അറിയുന്നത് എന്നതുകൊണ്ട് തന്നെയാണ് നവവി ഇമാമിനെ പോലെയുള്ള ഒരാൾ മസ്അലയിൽ തവഖുഫ് വരുമ്പോൾ, ഡൗട്ട് വരുമ്പോൾ ഷെയ്ഖിൻ്റെ അടുക്കലേക്ക് പോകുന്നത് എന്ന് തന്നെ അൻവാറുൽ ഖുദ്സിയയിൽ ഷഅറാനി ഇമാം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ പോണത് എന്ന്.
ഇതത്ര കൃത്യമായി മഹാന്മാർ പറഞ്ഞത്. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. ഉലമാ ഉൽ ബാത്തിനിന്റെ ഫളില് ഫതാവൽ ഹദീസിൽ ഇബ്നു ഹജർ തങ്ങളോട് ചോദ്യമല്ലേ, ഉലമാ ഉൽ ബാത്തിനാണോ വലുത്, ഉലമാ ഉൽ ലാഹിറാണോ വലുത് എന്നുള്ള ചോദ്യം. ഉലമാ ഉൽ ബാത്തിനാണ് ഫളിലെന്ന് മഹാനരായ ഇബ്നു ഹജർ അൽ ഹൈതമി റളിയല്ലാഹു അൻഹു വളരെ കൃത്യമായി ഫതാവൽ ഹദീസിൽ എടുത്തു പറഞ്ഞിട്ടില്ലേ? മറിച്ച് ഞങ്ങളാണ് അതിൻ്റെ അധികാരികൾ, ഞങ്ങൾ പറഞ്ഞതാണ് ഇവിടെ അവസാന തീരുമാനം എന്ന് പറഞ്ഞ ആളുകളുടെ മുമ്പിൽ സമർത്ഥിക്കേണ്ട ആവശ്യം നമുക്ക് എവിടുന്നാണ്? മഹാന്മാരുടെ മുമ്പിൽ കീപ്പെട്ട് കൊടുക്കുന്ന സ്വഭാവമാണ് അന്ന് മുതൽ ഇന്ന് വരെ അവരൊക്കെ കാണിച്ചു തന്നത്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഖൂത്തുൽ ഖുലൂബിൽ അബൂ താലിബുൽ മക്കി തങ്ങൾ ഷാഫി ഇമാമിൻ്റെ വിഷയം പറഞ്ഞ സ്ഥലം, ആ സ്ഥലത്ത് പ്രത്യേകം അബൂ താലിബുൽ മക്കി തങ്ങൾ പറയുന്നു. വേറൊരു വാക്ക് നോക്ക് നിങ്ങൾ, വഖാല ബഅ്ദുൽ ആരിഫീൻ, ചില ആരിഫീങ്ങൾ പറയുന്നുണ്ട്, ഇൽമുല്ലാഹിരി ഹുക്മുൻ വഇൽമുൽ ബാത്തിനി ഹാകിമുൻ. ഇൽമുൽ ലാഹിറി എന്ന് പറഞ്ഞാൽ അത് ഹുക്കുമാണ്, അഹ്കാമുകളാണ്. വഇൽമുൽ ബാത്തിനി ഹാകിമുൻ, അതിൻ്റെ മുകളിലുള്ള ഹാക്കിം അത് ഇൽമുൽ ബാത്തിനാണ്, വിധികർത്താവ് ഇൽമുൽ ബാത്തിനാണ്. വൽ ഹുക്മു മൗഖൂഫുൻ ഹത്താ യജി അൽ ഹാകിമു യഹ്കുമു ഫീഹി. ഈ ഹുക്കുമാകുന്ന ഇൽമുൽ ലാഹിർ അതിങ്ങനെ മൗഖൂഫായി നിൽക്കും. ഹത്താ യജി അൽ ഹാകിമു യഹ്കുമു ഫീഹി, വിധികർത്താവായ ഇൽമുൽ ബാത്തിൻ വന്ന് അതിൽ വിധി കൽപ്പിക്കുന്നത് വരെ എന്ന് പറഞ്ഞിട്ടാണ് ഷാഫി ഇമാം ഷൈബാനുർ റായി തങ്ങളെടുത്ത് പോണ കഥ എടുത്തു പറയുന്നത്. വഖദ് കാന ഉലമാഉൽ ലാഹിർ ഇദാ അഷ്കല അലൈഹിമുൽ ഇൽമ ഫീ മസ്അലത്തിൻ ലിഖ്തിലാഫിൽ അദില്ല സഅലു അഹ്ലൽ ഇൽമി ബില്ലാഹ് ലിഅന്നഹും അഖ്റബു ഇല തൗഫീഖ് ഇൻദഹും വഅബ്അദു മിനൽ ഹവാ വൽ മഅസിയതി മിൻഹും. ഈ വിഷയം പറഞ്ഞ ഇൽമുൽ ബാത്തിൻ ഹാക്കിമാണ് അതിൻ്റെ മുകളിൽ എന്ന് പറഞ്ഞു വെച്ചിട്ടാണ് ഇത് പറഞ്ഞത്. നല്ല സ്വാലിഹീങ്ങളായ ഉലമാഉൽ ലാഹിറൊക്കെ ഓൽക്ക് ഒരു മസലയിൽ ഡൗട്ടായാൽ പോലും അഹ്ലുൽ ഇൽമി ബില്ലയുടെ അടുക്കലേക്ക് പോയിട്ട് അവരോട് സംശയം തീർക്കലായിരുന്നു അവരെ പതിവ് എന്നത് ഇൽമുൽ ബാത്തിനെ ഹാക്കിമായി അവതരിപ്പിച്ച് പറഞ്ഞുകൊണ്ടാണ് മഹാനരായ അബൂ താലിബുൽ മക്കി തങ്ങൾ അവിടുത്തെ ഖൂത്തുൽ ഖുലൂബിൽ പറയുന്നത്. അപ്പോൾ ഈ രൂപത്തിലാണ് ഇമ്മത്തൊക്കെ അതിനെ സമീപിച്ചത്. മറ്റൊരു റൂട്ട്, നമ്മളാണ് അധികാരികൾ, ഔലിയാക്കന്മാരെ നമ്മൾ എന്ത് കുറ്റം പറഞ്ഞാലും നമ്മൾ എന്ത് ചീത്ത പറഞ്ഞാലും ഒരു മുണ്ടാണ്ടങ്ങനെ ഇരുന്നോളുക, ഞങ്ങളിങ്ങനെ വിധി പറഞ്ഞ് പോകും എന്ന് പറയുന്ന ഒരു ശൈലി, അത് മഹാന്മാർ പൂർവികരായ ഉലമാ, സൂക്ഷ്മതയുള്ള ഉലമാ, വറവുള്ള ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന മാതൃകയേ അല്ല.